ഒരുപാട് ഗുണങ്ങളുള്ള വാഴപ്പിണ്ടിയും ഒരു സവാളയും കൂടെ കിട്ടിയാലുണ്ടല്ലോ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം കേട്ടോ. അത് ഒരു നാടൻ റെസിപ്പി. എല്ലാവർക്കും മൾസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു വലിയ വാഴപ്പിണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ ഞാനൊരു കുഞ്ഞു കഷ്ണം നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാളയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്കിത് രണ്ടും ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കാവേ. അപ്പം നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത് വാഴപ്പിണ്ടി കൊണ്ടുള്ള ഒരു അവിയലാണ് കേട്ടോ. അപ്പോൾ അതിനാദ്യം നമുക്ക് വാഴപ്പിണ്ടി ഇതുപോലൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതിൽ വലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാവേ. എന്നിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ വാഴപ്പിണ്ടിയെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. സവാളയും നമുക്ക് അതുപോലെ തന്നെ നീളത്തിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനത്തെ നമ്മൾ വാഴപ്പിണ്ടി സവാളയെല്ലാം കംപ്ലീറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അവിയൽ വയ്ക്കുന്നത് മൺചട്ടിയിലാണ്. അപ്പോൾ ഗ്യാസിലേക്ക് നമുക്ക് മൺചട്ടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും വാഴപ്പിണ്ടിയുടെ കഷ്ണങ്ങളും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വാഴപ്പിണ്ടിയിലും സവാളയിലും അത്യാവശ്യം വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുത്താൽ മതി ഇത് വേവാനായിട്ട്. ഒത്തിരി വെള്ളം ആയി പോകണ്ട കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. വാഴപ്പിണ്ടിക്ക് ഒത്തിരി സമയമൊന്നും വേണ്ട വേവാനായിട്ട്. അപ്പോൾ ഒരു 8-10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കത് നല്ല രീതിക്ക് ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ പിണ്ടിയൊക്കെ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആ പിണ്ടി ഒന്ന് ഉടഞ്ഞു പോവാണ്ട് കറക്റ്റ് ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ വെന്തോ നിൽക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിയലിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയുടെ കൂടെ മുളക് പൊടിയും ജീരകവും കുഞ്ഞുള്ളിയും കറിവേപ്പിലയും എടുത്ത് നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കിത് ഈ വാഴപ്പിണ്ടി വേവിച്ച് വെച്ചേക്കുന്നതിലേക്ക് തട്ടി കൊടുക്കാം. സാധാരണ നമ്മൾ അവിയൽ ഉണ്ടാക്കുമ്പോൾ പച്ചമുളകാണ് അരയ്ക്കുന്നത് കേട്ടോ. പക്ഷേ ഈ ഒരു പിണ്ടിയുടെ അവിയലെന്ന് പറയുന്നത് ഒരു റെഡ് കളർ തന്നെയാണ് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പച്ചമുളകിന് പകരം മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ അരപ്പ് പിണ്ടിയിലൊക്കെ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അരപ്പെല്ലാം നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. അപ്പം നമ്മൾ സാധാ അവിയൽ പോലെ തന്നെ ഇതൊരു കുഴഞ്ഞ പരുവത്തിലാണ് എടുക്കുന്നത്. തീരെ ഡ്രൈ ആവണ്ട. അങ്ങനെ നമ്മളെ പിണ്ടിയുടെ അവിയൽ കറക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടേ കൈ കൊണ്ട് നുള്ളി ഇതുപോലെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ കൈ കൊണ്ട് നുള്ളുമ്പോൾ ഉണ്ടല്ലോ കറിവേപ്പിലയുടെ സ്മെല്ല് കറക്റ്റ് നമ്മുടെ അവിയലിലേക്ക് കിട്ടും. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ, ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. നമ്മൾ എപ്പോഴും ഇളക്കുമ്പോൾ നമ്മുടെ പിണ്ടിയുടെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ വാഴപ്പിണ്ടിയുടെ കൊണ്ടുള്ള അവിയൽ എളുപ്പം റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ ഒരുപാട് ഗുണങ്ങളും ടേസ്റ്റിയാണ്. അപ്പോൾ അത് നമ്മൾ തണുത്തതിന് ശേഷം നമ്മുടെ വാഴപ്പിണ്ടി അവിയൽ നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിന്നിവിടെ നമ്മുടെ പിണ്ടി അവിയൽ നല്ല ചൂട് പച്ചരിച്ചോറിൻ്റെ കൂടെയാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യുന്നത്. അടിപൊളി രുചിയാണ് കേട്ടോ. വേറെ ഒരു കറിയും വേണ്ട. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്